ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മുട്ടയൊക്കെ ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് കുറേ ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയിട്ട് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇത് ഞാൻ പുതിയതൊന്നുമല്ല, പഴയ കാലത്തൊക്കെ എല്ലാവരും ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് മുട്ട കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ അരി ഉണ്ടാവില്ല, അരി സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് മുട്ട ഇങ്ങനെ കുഴിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കുറേ ദിവസം പേടൊന്നും ആയി പോവാതെ കുറേ നാളിങ്ങനെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ കുറേ കോഴിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് മുന്നേ ഒക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ മുട്ട ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കത് ഒരു മാസം 1.5 മാസത്തോളമൊക്കെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നതിൽ, നമ്മളിൽ കുറച്ച് പേരെങ്കിലും ഇതേപോലെ തറയിൽ ബെഡ് ഇട്ടിട്ടൊക്കെ കിടക്കുന്നവരുണ്ടാവില്ലേ. അപ്പം തറയിൽ ബെഡ് ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചുവരരിക്കായിരിക്കുമല്ലോ ബെഡ് ഇടുക. അപ്പോൾ അവരോട് ഉറുമ്പോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഇഴഞ്ഞു വരും എന്നുള്ള സംശയം ഉണ്ടാവും, ഇഴഞ്ഞും വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന സമയങ്ങളിൽ ഇതേപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അതിലേക്ക് ഒരു 3-4 കർപ്പൂരം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നല്ല തിന്നായിട്ട് പൊടിക്കാതെ ഒന്ന് കഷ്ണാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ചെറിയൊരു പൊതിയായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ കിടക്കുന്ന ഈ ഒരു ബെഡിൻ്റെ അടിയിലേക്ക് ഒന്ന് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ല് കാരണം ചെറിയ ചെറിയ പ്രാണികളായാലും ഉറുമ്പായാലും ഒന്നും ആ ഒരു പരിസരത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഉറുമ്പ് കടിച്ചാലൊക്കെ അന്നത്തെ ദിവസം ഉറക്കം അങ്ങ് പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് ഉറുമ്പോ പ്രാണികളോ വണ്ണാച്ചനോ അങ്ങനത്തെ ഒന്നും വരില്ല കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ ബെഡിലൊക്കെ മൂത്രമൊഴിച്ചിട്ട് ഭയങ്കര ഒരു സ്മെല്ലുണ്ടാവും. അതേപോലെ തന്നെ തണുപ്പ് കാലമായാലും മഴക്കാലമായാലും ഒക്കെ ബെഡിനൊരു പൂപ്പ് മണം ഉണ്ടാവും. ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമ്മൾ ബെഡിൻ്റെ മുകളിലായിട്ട് ഒന്ന് വിതറി കൊടുക്കുക. ഈ ഒരു ബേക്കിംഗ് സോഡയ്ക്ക് ഇങ്ങനത്തെ ബാഡ് സ്മെല്ലൊക്കെ അബ്സോർവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങൾ മൂത്രമൊക്കെ കഴിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ ഒരു സ്മെല്ലൊക്കെ വളരെ പെട്ടെന്ന് പോയി കിട്ടും. അതേപോലെ തന്നെ പൂപ്പ് മണമൊക്കെ പോയി കിട്ടും കേട്ടോ. മൂത്രമൊഴിച്ച ബെഡൊക്കെ ആണെങ്കിൽ ഒന്ന് വെയിലത്തും കൂടെ ഇടുകയാണെങ്കിൽ ആ മണം പൂർണ്ണമായിട്ട് തന്നെ പോകും കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലത്തെ ക്യാരറ്റൊക്കെ നമ്മൾ കത്തി വെച്ചിട്ട് അതിൻ്റെ തൊലി പോക്കുന്നതിനെക്കാട്ടും കൂടുതൽ എളുപ്പത്തിൽ നമ്മൾ മരുന്നിൻ്റെ മൂടി ഉണ്ടാവില്ലേ, ഈ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി പൊക്കി കിട്ടും കേട്ടോ. നമ്മൾ അതിങ്ങനെ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ അധികം അങ്ങ് മുറിച്ചു പോയില്ലേ, ഈ ഒരു മൂടി കൊണ്ടാകുമ്പോൾ മുകളിലത്തെ തൊലി മാത്രമേ പോവുള്ളൂ. അതും വളരെ പെട്ടെന്ന് തന്നെ തൊലി മാറ്റാനും പറ്റും കേട്ടോ. നമ്മൾ കത്തി കൊണ്ട് പതിയെ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മൂടി വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൊതുക് കടിച്ചാലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചിണർന്ന് പൊന്തി വരും. അതേപോലെ തന്നെ പുഴുവൊക്കെ കടിച്ചാൽ, കമ്പിളിപ്പുഴുവൊക്കെ ഒന്ന് ഡ്രസ്സിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഒന്ന് ഇഴഞ്ഞാലും മതി, ഒന്നായിട്ട് ചിണർത്ത് പൊന്തി ശരീരം ഫുള്ള് ചിണർപ്പാവുകയും ചെയ്യും, നല്ല ചൊറിച്ചിലും ഉണ്ടാവും. ആ ഒരു സമയത്ത് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഇതേപോലെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് കുറച്ച് വാസ്ലിൻ എടുക്കുക. ഒരു വിരലുകൊണ്ടൊന്ന് ജസ്റ്റ് ഒരു ഇത്തിരി മതി. പിന്നെ വേണ്ടത് നമ്മൾ വൈറ്റ് കളർ കോൾഗേറ്റ് ആണ് കേട്ടോ. വൈറ്റ് കളർ തന്നെ വേണം. ഒരു വൈറ്റ് കളർ കോൾഗേറ്റ് കുറച്ചെടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കമ്പിളിപ്പുഴു അതേപോലെ തന്നെ ഉറുമ്പ് ഞരമ്പുറുമ്പൊക്കെ കടിച്ചാൽ നല്ല ചൊറിച്ചിലായിരിക്കും. അതേപോലെ തന്നെ നന്നായിട്ട് ചിണർത്ത് പൊന്തി വരും. പുഴുവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഴുവിനെയൊക്കെ തൊട്ട് പോയാൽ മതി. നമ്മൾ തുളസീൻ്റെ ഇല ഉരച്ചാലും ഈ ഒരു ചിണർപ്പ് പോകാൻ കുറേ സമയം എടുക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതിങ്ങനെ ചിണർത്ത് പൊന്തുകയില്ല. അതിന് ആ സമയത്തുണ്ടാകുന്ന ചൊറിച്ചിലും പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. അതേപോലെ തന്നെ കൊടുത്തുകയില്ലേ, ഒരു ചെടി ചൊറിയുന്ന ഈ ഒരു ചെടിയൊക്കെ തൊട്ടുപോയാലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഇങ്ങനെ ഈ ഒരു ഇത് തേച്ച് കഴിഞ്ഞാൽ മാറിക്കിട്ടും കേട്ടോ. പിന്നെ കൊതുക് കടിച്ചാലൊക്കെ ഉണ്ടാകുന്ന ചുവന്ന തടിപ്പും അതൊക്കെ ഇങ്ങനെ ഈ ഒരു വാസ്ലിനും നമ്മളെ പേസ്റ്റും കൂടി ആക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഈ ഒരു ചിണർപ്പും അതേപോലെ കുരുപോലെയൊക്കെ പൊന്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ടുള്ളൊരു ടിപ്പാണ്. അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും അബദ്ധം പറ്റുന്നത് ഈ ഒരു കീൻ്റെ കാര്യത്തിലാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം കീ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബാഗിൻ്റെ ഉള്ളിലൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ അത് ബാഗിലുണ്ടോയെന്ന് അറിയില്ല, വീണ് പോയിട്ടുണ്ടോയെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സംശയമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു
ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ നേരത്തെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അവരെ യൂണിറ്റിലേക്ക്. പിന്നെ ഞാനിവിടെ ഉള്ള സോൾജറുടെ ഭാര്യമാരുടെ കൂടെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ആദ്യം തന്നെ ഡോറ് ഇവിടെ ഓട്ടോമാറ്റിക് ഡോർ ആയതിനെക്കൊണ്ട് നമുക്ക് വാതിൽ കതക് തുറക്കുമ്പോൾ മാത്രം മതി അടയ്ക്കാൻ കീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ട് ബാഗിലിട്ടിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ എനിക്ക് സംശയമായി ഞാൻ കീ എടുത്തിട്ടുണ്ടോ, എവിടെയും വീണ് പോയോ എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇങ്ങനെ ഒരു പിന്നുണ്ടെങ്കിൽ നമ്മളെ ബാഗ് തുറക്കുന്നതിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അധികം ഉള്ളിലേക്കും കീ വീണ് പോകത്തില്ല, കീ പുറത്തേക്കും വീണ് പോകത്തില്ല, ബാഗിൻ്റെ ഉള്ളിലും ആയി പോവില്ല. കീ നമുക്ക് തുറക്കുമ്പോൾ തന്നെ കീ കാണുകയും ചെയ്യും. നമ്മൾ തിരിച്ച് വരുമ്പോൾ കീ തിരഞ്ഞ് ബുദ്ധിമുട്ടണ്ട, പെട്ടെന്ന് തന്നെ എടുത്ത് തുറക്കാനും പറ്റും കേട്ടോ. അപ്പം കീയൊക്കെ ഇങ്ങനെ മറവിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ കൈക്കാണെങ്കിലും കാലിനാണെങ്കിലും ഒക്കെ കുഴിനകം ഒക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വിദ്യയാണ് കേട്ടോ. അപ്പം കാലക്കൊക്കെ കുഴിനകം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കടച്ചിൽ എന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ്, സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്കും വേദന തന്നെയാണ്. അപ്പം ഈ ഒരു കുഴിനകം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ അത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഡെറ്റോളാണ്. അതിലേക്ക് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. പിന്നെ വേണ്ടത് നമ്മളെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ നമുക്ക് കുഴിനകം ഉള്ളത് ഈ ഒരു നഖത്തിൻ്റെ സൈഡിലും ഈ ഒരു നഖത്തിൻ്റെ ഇരു സൈഡുകളിലും ഈ ഒരു നീരാക്കി കൊടുക്കുക. അപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞ് പൊന്തുകയും ചെയ്യും. എന്തെങ്കിലും അഴുക്കൊക്കെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പതഞ്ഞ് പൊന്തുകയും ചെയ്യും. പിന്നെ ആ ഒരു കുഴിനകം ഉള്ള സമയത്തുള്ള ഒരു കടച്ചിലുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടും കേട്ടോ. ഇതേപോലെ സൈഡുകളിലൊക്കെയാണ് ഉണ്ടാവുക. ഈ ഒരു സൈഡിലൊക്കെ ഇത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. 2 ദിവസം കൊണ്ട് തന്നെ മാറിക്കിട്ടും കേട്ടോ. 2-3 നേരമായിട്ടൊക്കെ അങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഒഴിഞ്ഞ നല്ല ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ഒക്കെ കുപ്പി ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു പകുതിയോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുമ്പം അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ അകത്ത് പൊതിഞ്ഞിട്ടല്ലേ കിട്ടുക. അങ്ങനത്തെ ഫോയിൽ പേപ്പറോ അതേപോലെ തന്നെ ഗിഫ്റ്റിൻ്റെ ഒക്കെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കഷ്ണാക്കിയിട്ട് ഈ ഒരു കുപ്പീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അലൂമിനിയം ഫോയിൽ പേപ്പർ നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്നൊന്നും വാങ്ങണ്ട, നമ്മൾ ഫുഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടും. അതൊന്ന് എടുത്ത് വെച്ചാൽ മതി. അതിനെക്കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പം ഇതൊന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കഷ്ണാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പല്ലീൻ്റെയും അതേപോലെ തന്നെ കുഞ്ഞു പാറ്റേൻ്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. ഈ ഒരു പേപ്പറിന് ഭയങ്കര ഒരു തിളക്കമാണ്. ആ ഒരു തിളക്കം കാരണം തന്നെ പല്ലിയൊന്നും അടുക്കള ഭാഗത്തേക്ക് വരില്ല കേട്ടോ. അത് അടുക്കളയിലാണ് നമ്മൾ ചെയ്ത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിളക്കം കാരണം വെയിലൊക്കെ അടിക്കുമ്പം നല്ലൊരു തിളക്കം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല്ലി പിന്നെ കാക്കേൻ്റെ ഒക്കെ ഇവിടെ എനിക്ക് പ്രാവിൻ്റെ ശല്യമാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഞാൻ 5ാമത്തെ നിലയിലുള്ള ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പ്രാവാണുള്ളത്, കാക്കയൊന്നുമില്ല. പല്ലീൻ്റെ ശല്യം കുറച്ച് കുറവ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു തിളക്കം കാരണം പ്രാവ് അങ്ങനെ വരില്ല. ഞാൻ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് കൊടുത്താൽ പ്രാവ് വരില്ല. ഞങ്ങൾ ലീവിനൊക്കെ പോയി വരുമ്പോഴേക്ക് തന്നെ കുറേ പ്രാവ് വന്ന് മുട്ടയിട്ട് അവിടെ ഫുള്ളായിട്ട് അപ്പിയൊക്കെ ഇട്ട് വയ്ക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തിളക്കം കാരണം പ്രാവ് വരില്ല കേട്ടോ. അതേപോലെ തന്നെ പ്രാവ് എന്നല്ല പല്ലി അതേപോലെ കാക്ക. ഈ ഒരു കാക്കേനെ തെളിക്കാൻ വേണ്ടിയിട്ട് കാക്കേനെ വീട്ടിലേക്ക് വരുന്നൊക്കെ തെളിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഇങ്ങനെ കാസറ്റിൻ്റെ ഈ ഒരു നാരില്ലേ, കാസറ്റിൻ്റെ ഒടിയത്തേന് എന്താ പറയുക എനിക്കറിയില്ല, അത് ചുറ്റും നമ്മളെ വീട്ടിലെ മരത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കില്ലേ. അതിന് ഈ ഒരു തിളക്കം കാരണം അങ്ങനെ കാക്കയൊക്കെ വരാണ്ടിരിക്കുന്നതൊക്കെ ഞാൻ വീട്ടിലങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇതും. ഇതിനൊരു തിളക്കം കാരണം പല്ലിയും പാറ്റയൊന്നും കിച്ചണിലേക്ക് വരില്ല കേട്ടോ. കിച്ചൺ ജനലിലാണ് ഇതേപോലെ കെട്ടി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഈ സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായതിനെ കൊണ്ട് തന്നെ സുഖമില്ല, സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ശ്വാസവും കിട്ടുന്നില്ല പുറത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.